السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹാദരണീയരായ സഹോദരിമാരെ, റമദാനിൻ്റെ മുന്നോടിയായി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ 2 ക്ലാസുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഇമ്പമുള്ള കുടുംബം എന്ന വിഷയമാണ്. രണ്ടാമത്തേത് ഒരുങ്ങാം നമുക്ക് റമദാനിനായി എന്ന വിഷയമാണ്. എന്തായിരുന്നാലും എനിക്ക് സംസാരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാനിയായ സൽമൻ ടീച്ചർ ഇവിടെ എത്തിച്ചേരുന്നത് വരെയാണ്. എത്രയും വേഗം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. എന്തായിരുന്നാലും കുടുംബവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഈ മൗലവിമാര് അല്ലെങ്കിൽ പ്രഭാഷകരായ ആളുകളൊക്കെ ഇമ്പമുള്ള കുടുംബം എന്നൊരു വിഷയം തന്നു കഴിഞ്ഞാൽ ആദ്യം ആ കുടുംബത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കും, അല്ലെ? ഇത് നിർവചനം പറയും. നിങ്ങളൊക്കെ കേട്ട് 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 തഴമ്പിച്ചൊരു നിർവചനമായിരിക്കും. എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പൊ കുടുംബത്തിന് നമ്മൾ അങ്ങനെയാണ് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത്. അവർ കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളുടെയൊക്കെ സഹോദരങ്ങളുണ്ട്. ഇതെല്ലാം ചേരുന്ന വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നത് സഹോദരിമാരായതുകൊണ്ട് അങ്ങനെ വിശാലമായ ഒരു മേഖലകളിലേക്കൊന്നും ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയാവതരണം ഒരു കുടുംബത്തെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സന്തോഷത്തിൻ്റെയും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാക്കി മാറ്റുന്നതിൽ സഹോദരിമാരായ നിങ്ങൾക്കുള്ള വലിയ ഒരു റോളിനെ കുറിച്ചിട്ടാണ് ഞാൻ ഏതാനും സമയം നിങ്ങളുമായി കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്, ആനക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന്. ആനക്ക് ആനയുടെ വലിപ്പം അറിയില്ല. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്കുള്ള സ്ഥാനം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ താൻ നിർവഹിക്കേണ്ട റോൾ എത്രത്തോളം മഹത്തരമാണ് എന്ന് പലപ്പോഴും പലരും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഞാനിങ്ങനെ ഇവിടുന്ന് മാത്രം അങ്ങനെ പറയൂല. അങ്ങനെ പറഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്കിത് വലിയ മടുപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരു സ്ത്രീ എന്ന നിലയിൽ
നമ്മുടെ കുടുംബത്തെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുന്നതിൽ, അത് സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു ഇടമാക്കി മാറ്റുന്നതിൽ എന്ത് റോളാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയാം? സ്ത്രീ വീട്ടിലെ ഭരണാധികാരിയാണ്. പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചത്. നിങ്ങളുടെ റോള് ചെങ്കോലും കിരീടവും ഇല്ലാത്ത ഒരു രാജ്ഞിയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ. കിരീടമൊന്നും ഇല്ലാന്നേ ഉള്ളൂ, ചെങ്കോലൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റാണിമാരാണ്. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകളായിട്ടാണ് പ്രവാചകൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനിയോ കുടുംബത്തിലെ റോൾ മോഡലാണ് ഒരു സ്ത്രീ. രാവിലെ മുതൽ, പ്രഭാതം മുതൽ ആ കുടുംബത്തിലുള്ള ആളുകൾ അവരുടെ വിരിപ്പിലേക്ക് അണയുന്നത് വരെ ഒരു കുടുംബത്തിലെ റോൾ മോഡലായിരിക്കും ഒരു സ്ത്രീ. ശരി, പിന്നെയോ നല്ല കുക്കായിരിക്കണം. ഒരു കുടുംബമൊക്കെ വല്ലാതെ പൊട്ടലും ചീറ്റലും ഒക്കെ അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം നന്നായി പാചകമൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലേ? ശരി, അതതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെയോ ക്ഷമ വേണം. കൗശലമുണ്ടാകണം. ഒരു കുടുംബത്തെ ഭദ്രമായി അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളതായി കൊണ്ടുപോകണമെങ്കിൽ നല്ല ക്ഷമയുണ്ടാകണം. നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ക്ഷമ എന്തിന്റെ ഫലം ചെയ്യുന്ന പറയാറ്? ഇങ്ങോട്ടൊന്നും പഴഞ്ചൊല്ലില്ലേ, ഞങ്ങളുടെ നാട്ടിലേക്ക് മാത്രമേ ഉള്ളൂ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നതാണ്. ഒരു ആട്ടിൻ സൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിരിക്കും ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഉണ്ടാവുക എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ല്. ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട്. അപ്പോ ഒരു കുടുംബം കെട്ടുറപ്പുള്ളതാക്കി കൊണ്ടുപോകണമെങ്കിൽ അവിടെ ക്ഷമയുണ്ടാകണം, കൗശലമുണ്ടാകണം, വിട്ടുവീഴ്ചയുണ്ടായിരിക്കണം. പിന്നെയോ അപ്പൊ ഇതൊക്കെ ഉണ്ടാകണം. ഞാൻ ഈ കൂടുതൽ ചോദിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഒന്ന് രണ്ട് സ്ത്രീയെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ചില കവിതകൾ, ഒരു സ്ത്രീ സമൂഹത്തിൽ നിർവഹിച്ചിട്ടുള്ള റോളിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ അങ്ങനെ കൂടുതൽ വാദോരാതെ സംസാരിക്കാൻ പ്രാപ്തിയോ പാണ്ഡിത്യോ ഉള്ള ഒരു പ്രഭാഷകരൊന്നുമല്ല. മുൻകൂർ ജാമ്യം ആദ്യം തന്നെ എടുക്കാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, വീട് അല്ലെ, വീട് എന്നതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്ന് പറയാം. വീടിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മസ്കൻ എന്ന് ഉപയോഗിക്കും. മസ്കൻ, പിന്നെ ബൈത്ത് എന്ന് ഉപയോഗിക്കും, പിന്നെ ദാർ എന്ന് ഉപയോഗിക്കും. നിങ്ങളൊക്കെ ഖുർആൻ പഠിതാക്കളാന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? സൽമ ടീച്ചറുടെ പഠിതാക്കളാണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമല്ല. അപ്പൊ ബൈത്തുണ്ട്, മസ്കൻ ഉണ്ട്, ദാറുണ്ട്, മൻസിലുണ്ട്. ഈ പേരിനൊക്കെ അതിന്റെ പിന്നിൽ ഒരു ആശയമുണ്ട് കേട്ടോ. ഈ പേരിന്റെ ഒക്കെ പിന്നിൽ ഒരു ആശയമുണ്ട്. ബൈത്ത്, ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചുകൂട്ടി എന്നാണ്. ബാത്ത എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? രാത്രി കഴിച്ചുകൂട്ടി എന്നാണ്. അപ്പൊ രാത്രി നമുക്ക് തങ്ങാനുള്ള ഇടമാണ് നമ്മുടെ വീട്. അപ്പൊ അതുകൊണ്ട് അതിനെ ബൈത്ത് എന്ന് പറയും. ദാറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ആൾപ്പെരുമാറ്റമുള്ള ഒരിടമായത് കൊണ്ടാണ് ദാറ എന്ന് വെച്ചാൽ ചുറ്റിക്കറങ്ങാന്നാണ്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചുറ്റിക്കറങ്ങി ആൾപ്പെരുമാറ്റമുള്ള ഒരു ഇടമായത് കൊണ്ടാണ് വീടിനെന്ന് പറയുന്നത് ദാറി എന്ന് പറയുന്നത്. വീടിന് പറയുന്ന വേറൊരു പേരാണ് മൻസിൽ. മൻസിൽ എന്ന് വെച്ചർത്ഥം നമ്മുടെയൊക്കെ വീടിനൊക്കെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ പേര് വെച്ചിട്ട് ഫവാസ് മൻസിൽ എന്നൊക്കെ പേര് കൊടുക്കൂലേ?
അംന മൻസിൽ എന്നൊക്കെ നമ്മൾ പേര് കൊടുക്കും. അപ്പൊ എന്താ മൻസിൽ എന്ന് വെച്ചാൽ ശരിക്കും എന്താ അർത്ഥം? ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ വാക്കുകൾക്കൊക്കെ ഒരു അർത്ഥതലമുണ്ട്. ഈ അർത്ഥതലങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന ഒരു ഇടമാകണം നമ്മുടെയൊക്കെ വീട്. മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറക്കി വെക്കാനുള്ള ഇടമെന്നാണ്. മൻസിൽ എന്ന് വെച്ചാൽ അർത്ഥം ഇറക്കി വെക്കാനുള്ള ഇടം. എന്തിറക്കി വെക്കാനാ? എന്തിറക്കി വെക്കാനുള്ള ഇടമാണ് നമ്മുടെ വീട്? നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സ്ട്രെസ്, പിരിമുറുക്കം ഒക്കെ ഇറക്കി വെക്കാനുള്ള സ്ഥലമാണ് ഏത്? വീട്. നമുക്കങ്ങനെ ഫീൽ ചെയ്യണ്ടോ? നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ വീടിനെ നമുക്ക് ഫീൽ ചെയ്യണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ്, നല്ലത്. നമുക്ക് അങ്ങനെ തോന്നണം. നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായി നമ്മുടെ വീട് മാറണം. വേറെ ഒരു വാക്ക് വന്നത് മസ്കൻ എന്നാണ്. എന്താ മസ്കൻ എന്ന് വെച്ചാൽ അർത്ഥം? സമാധാനത്തിന്റെ കേന്ദ്രമെന്ന്. മസ്കൻ എന്ന് വെച്ചാൽ അർത്ഥം സമാധാനത്തിന്റെ കേന്ദ്രമെന്ന്. ഈ വൈവാഹിക ജീവിതത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? സൂറത്ത് റൂമിൽ ഒരു വചനമാണ്. അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അവൻ ഏർപ്പാടാക്കി തന്നു. ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾ പരസ്പരം സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ്. പുരുഷന് സ്ത്രീയിൽ നിന്ന് സമാധാനം കിട്ടണം, സ്ത്രീക്ക് പുരുഷനിൽ നിന്നും തീരണം. പരസ്പരം സമാധാനം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ അനുഭവിക്കാൻ കഴിയണം. അങ്ങനെയുള്ള അനുഭവിക്കാൻ കഴിയുന്ന ഇടമാകണം നമ്മുടെ വീട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വീടിൽ, ആ ഒരു വീടിനെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുന്നതിൽ, ആ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തുന്നതിൽ ഒരു കുടുംബിനിക്ക് വലിയ പങ്കുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാം സഹോദരിമാരായതുകൊണ്ട് ഞാൻ അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വീട്ടിലെ സ്ത്രീ ആ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ആശ്വാസമേകുന്ന ഒരു തുരുത്തായി മാറണം. എല്ലാവർക്കും ആശ്വാസം കിട്ടണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റിയ വേറൊരു മഖ്ലൂക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആനക്ക് ആനയുടെ വലിപ്പറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു പുരുഷന്റെ ദീനിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തി തന്നപ്പോഴല്ലോ, അത് ഒരു സ്ത്രീയുമായി ചേർത്ത് വെച്ചിട്ടാണ് അയാളുടെ ആ ദീനിന്റെ പൂർണ്ണത പ്രവാചകൻ പരിചയപ്പെടുന്നത്. ഒരു പുരുഷന്റെ ദീനിന്റെ പൂർണ്ണത പ്രവാചകൻ പരിചയപ്പെടുത്തിയത് അയാളുടെ ജീവിതത്തിൽ അയാളുമായി ചേർത്ത് നിൽക്കുന്ന അയാളുടെ ഇണയായ ഒരു സ്ത്രീയുമായി ചേർത്ത് വെച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വചനമുണ്ട്. ഇദാ തസവ്വജൽ ഇൻസാൻ, ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതോടുകൂടി ഫഖദ് അഹ്റസ ശത്റ ദീനിഹി, അയാളുടെ ദീനിന്റെ പകുതി അയാൾ സംരക്ഷിച്ചു കഴിഞ്ഞു. ഒരു സ്ത്രീ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ ദീനിന്റെ പകുതി സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. ബാക്കിയുള്ള പകുതിയിൽ അയാൾ ഇനി പടച്ചോനെ എന്ത് ചെയ്താൽ മതി? സൂക്ഷിച്ചാൽ മതി. പകുതി കാര്യം അയാളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്ത്രീ കടന്നു വന്നതിലൂടെ അയാളുടെ ദീൻ സംരക്ഷിക്കപ്പെട്ടു എന്നും ബാക്കിയുള്ള പകുതിയിൽ ഇനി അയാൾ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നുമാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ജീവിതത്തിൽ ചെലുത്താവുന്ന സ്വാധീനത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിപ്പിച്ചു തരുന്നത്. പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ അവരുടെ സ്ത്രീകളാണ്. ഞാനത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അതിന് വലിയ ഒരു
വേഗത കൈവരിച്ചത്, ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ കാരണമായി മാറിയത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഇങ്ങനെ ഒരു പഠന വിധേയമാക്കിയപ്പോൾ അവിടെ വ്യാപകമായി ഖുർആൻ പഠിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ഉണ്ടാക്കി. ഞങ്ങളുടെ മഹല്ലിൽ 13ഓളം ലേണിംഗ് സ്കൂളുകൾ തുടങ്ങിയത്. ചില സ്ത്രീകളൊക്കെ ഈ കവലയൊക്കെ കവർ ചെയ്തിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്കോ മദ്രസയിലേക്കൊക്കെ വരാൻ പല ആളുകളും പഠിക്കുന്നു. അപ്പൊ ആ ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ഓരോ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, ഒരു വീടുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ 13 ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ ഞങ്ങൾ ആരംഭിച്ചുകൊണ്ട്. അപ്പൊ അവിടെ ഉണ്ടായ മാറ്റം എന്താന്ന് വെച്ചാൽ, ഈ ലേണിംഗ് ക്ലാസ്സുകളിൽ പഠിക്കാൻ വരുന്ന സ്ത്രീകളുടെ വീടുകളിൽ അവരുടെ ഭർത്താക്കന്മാരിലൊക്കെ ഭയങ്കര വ്യത്യാസം. അവർ പതുക്കെ പതുക്കെ പള്ളിയായിട്ടൊക്കെ അടുക്കാൻ തുടങ്ങി. സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് അവർ പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കുടുംബത്തിൽ സമൂലമായ ഒരു പരിവർത്തനം ഈ സ്ത്രീകളിലൂടെ, അവരുടെ ഖുർആൻ പഠനത്തിലൂടെ ഞങ്ങളുടെ മഹല്ലിൽ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മഹത്വം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നിങ്ങളുടെ വലിപ്പം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മളത് ആലോചിച്ച് നോക്കൂ. പല നിർണായക ഘട്ടങ്ങളിലും പല നിർണായക സന്ദർഭങ്ങളിലും വളരെ സുചിന്തിതമായ ഒരു തീരുമാനത്തിലേക്ക് പ്രവാചകന്മാരെ പോലും എത്തിച്ചത് അവരുടെ ജീവിത പങ്കാളികളുടെ സാന്നിധ്യമായിരുന്നു. ലൈഫ് പാർട്ട്ണർ, ഭാര്യയും ഭർത്താവും എന്നൊന്നും ഖുർആൻ ഉപയോഗിച്ച വാക്കല്ല. അത് നമ്മൾ മലയാളത്തിൽ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വാക്കാണ് ഭാര്യയും ഭർത്താവും. ഒരാൾ ഭരിക്കേണ്ട ആളും ഒരാൾ ഭരിക്കപ്പെടേണ്ട ആളും അങ്ങനെയൊന്നുമില്ല. ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൗജി എന്നാണ്. ഇണ അല്ലെങ്കിൽ ജീവിത പങ്കാളി. നമ്മളൊക്കെ ഒരു അപേക്ഷാ ഫോമൊക്കെ നമ്മൾ പൂരിപ്പിക്കുമ്പോൾ നെയിം ഓഫ് വൈഫ് എന്നൊന്നുമില്ല, സ്പൗസ് എന്നാ ചോദിക്കുക അല്ലെ. ജീവിത പങ്കാളിയുടെ, നല്ല ഭാര്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ചില നിർണായക ഘട്ടങ്ങളിൽ അവരുടെയൊക്കെ ജീവിത പങ്കാളികളുടെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയാകാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിൽ ആ രൂപത്തിലുള്ള ഒരു റോൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കി. ഒന്നാമത്തേത്, പ്രവാചകൻ ആദ്യമായി കൊണ്ട് ദിവ്യ വെളിപാട് ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെ. പ്രവാചകന്റെ ജീവിതത്തിൽ 40 വയസ്സിനിടയിൽ അന്ന് വരെ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് പ്രവാചകൻ അന്ന് ഹിറാ ഗുഹയിൽ വെച്ചുണ്ടായത്. പ്രവാചകനാകെ പേടിച്ചു പോയി, വല്ലാതെ പേടിച്ചു പോയി. ശക്തമായി പനിച്ച് വിറച്ചിട്ടാണ് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് ഓടി വരുന്നത്. ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു ഇടപെടൽ പ്രവാചകനിൽ ഉണ്ടാക്കിയ സമാധാനം, പ്രവാചകന് നൽകിയ ആശ്വാസം, പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ പ്രവാചകൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമായിട്ട് പിൽക്കാലത്ത് പ്രവാചകന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം. ഖദീജ ബീവി എന്ത് ചെയ്തോളൂ? ഒരു സ്ത്രീ തൻ്റെ കുടുംബത്തിൽ നിർവഹിക്കേണ്ട ഒരു റോള് വളരെ കൃത്യമായി ഭംഗിയായി കൊണ്ട് നിറവേറ്റി എന്നുള്ളതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അത്രമാത്രം ചെയ്തോളൂ. വേറെ മാജിക് ഒന്നും കാണിച്ചില്ല. ഒരു മാജിക്കും ഖദീജ ബീവി കാണിച്ചില്ല. പനിച്ചു വരച്ചിട്ട പ്രവാചകൻ, എന്നെ ഒരു പുതപ്പിട്ട് മൂടിത്തരൂ എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ വരുന്നത്. മനോഹരമായ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ അല്ലെ. ഏതാ പാട്ട്? പുതപ്പിട്ട് മൂടൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തൊന്നടക്കൂ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ ശരിക്കും അതാ ചെയ്തത്. വിറക്കുന്ന പ്രവാചകനെ വിറക്കാതിരിക്കാൻ ഖദീജ ബീവി ചേർത്ത് പിടിച്ചു. 2 കൈകൾ കൊണ്ടും വാരിപ്പുണർന്നു ചേർത്ത് പിടിച്ചു ഖദീജ ബീവി. പ്രവാചകൻ വിറക്കാതിരിക്കാൻ ഒരു പുതപ്പ് പ്രവാചകന്റെ ദേഹത്തിട്ട് കൊടുത്ത് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്ത മാജിക് ഒന്നുമില്ല. ഒരു സ്ത്രീ തന്റെ കുടുംബത്തിൽ നിർവഹിക്കേണ്ട റോളാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഭംഗിയായി ഇവിടെ നിർവഹിച്ചത്. ആകെ 2-3 വാചകങ്ങളാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് വല്ലാഹി മാ യുഹ്സികല്ലാഹു അബദാ. എന്തൊരു ആശ്വാസമായി എന്നറിയാം നബിക്ക്.
നബിയെ, നബിയെ അല്ല, നബിയെ എന്നല്ല വിളിച്ച, മുഹമ്മദേ, മുഹമ്മദ്, യാ മുഹമ്മദ്, പേടിക്കണ്ട, പേടിക്കേണ്ട കാര്യമില്ല, ഞാനില്ലേ അടുത്ത്, ഞാൻ അടുത്തില്ലേ, ഇനി പേടിക്കണ്ട. വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, മാ യുഹ്സിക അല്ലാഹു അബദ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. അത്ര പറഞ്ഞോളൂ. മുഹമ്മദെ, പേടിക്കണ്ട, അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, അള്ളാഹ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. എന്നിട്ട് പ്രവാചകൻ തനിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യപ്പറ്റുള്ള കുറെ കാര്യങ്ങൾ ഖദീജ എടുത്തെടുത്ത് പറയാണ്. പ്രവാചകന്റെ അംഗീകരിക്കാൻ, അംഗീകാരമാണ്. എന്തുകൊണ്ടാ പടച്ചോ നിങ്ങളെ കൈവിടില്ല എന്ന് ഞാൻ പറയുന്നത്? ഇന്നക തസിലുർ റഹ്മ, പ്രവാചകരെ, അല്ല മുഹമ്മദേ, പ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടില്ല. പ്രവാചകൻ പറയുമ്പോഴാണല്ലോ പ്രവാചകനാണെന്ന് അറിയുള്ളൂ. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് മോശ പ്രവാചകന്റെ അടുക്കൽ വന്ന മാലാഖയാണ് എന്ന വിവരം വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് ഇത് ദിവ്യ വെളിപാടാണ് എന്ന വിവരം അവർ അറിയുന്നത് തന്നെ. മുഹമ്മദ്, ഇന്നക തസിലുർ റഹ്മ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. പിന്നെയോ, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ആളാണ് താങ്കൾ. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടാൽ ആ ആളുകളുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതിഥികളെ ആദരിക്കുന്ന വ്യക്തിയാണ്. ഇല്ലാത്തവന് സമ്പാദിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരാളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ ജീവിത പങ്കാളികൾക്കോ നിങ്ങളുടെയൊക്കെ മക്കൾക്കോ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ അതിങ്ങനെ പറയണം. ഖദീജ ബീവി പ്രവാചകന്റെ ഓരോ നല്ല ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നു, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു, ഇല്ലാത്തവന് നിങ്ങൾ സമ്പാദിച്ചു നൽകുന്നു. അങ്ങനെയുള്ള ആളെ അള്ളാഹു കൈവിടുകയോ ഒരിക്കലുമില്ല, പേടിക്കണ്ട. ഈ വാക്കുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം, പ്രവാചകന് നൽകിയ ആശ്വാസം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമായി പ്രവാചകൻ തന്റെ മനസ്സിൽ ഇങ്ങനെ താലോലിക്കുക. ഖദീജയെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ വാദോരാതെ പറയും. ഖദീജയുടെ സഹോദരി ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഖദീജയുടെ ശബ്ദമാണോ എന്ന് പ്രവാചകന് തോന്നും. ഇങ്ങനെ വാദോരാതെ ഖദീജയെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീബി ചോദിച്ചു, ആ കിളവിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് ഇനി വേറെ ആരെ കുറിച്ചൊന്നും പറയാനില്ല? ഞങ്ങൾ നല്ല സുന്ദരികളായ കന്യകളായ ഭാര്യമാരുണ്ടല്ലോ, ഇപ്പോഴും ആ കിളവിയെ കുറിച്ചുള്ള ചിന്ത മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ നബി പറയുന്നുണ്ട്, എന്നിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജയാണ്. ഞാൻ ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യമായി എനിക്ക് വഹി ലഭിച്ച് ഞാൻ പേടിച്ച് വിരണ്ട് വീട്ടിലേക്ക് ഓടി വരുന്ന സന്ദർഭത്തിൽ എനിക്ക് താങ്ങും തണലുമായത് എൻ്റെ ഖദീജയാണ്. എൻ്റെ മക്കൾക്ക് ജന്മം നൽകിയത് ഖദീജയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ പരിഗണന വിട്ടു കിട്ടാറുണ്ടോ? എൻ്റെ മക്കളുടെ ഉമ്മ പിന്നെ അങ്ങനെയുണ്ടോ? എൻ്റെ മക്കളുടെ ഉമ്മ അല്ലേ, അതൊരു വേറൊരു പരിഗണനയാണല്ലേ. അതൊരു സ്നേഹത്തിനൊക്കെ അപ്പുറമുള്ള വികാരമാണ്. എൻ്റെ മക്കളുടെ ഉമ്മ, എൻ്റെ മക്കളുടെ വാപ്പ, നമ്മൾ അങ്ങനത്തെ പരിഗണന തിരിച്ചു കൊടുക്കണം കേട്ടോ. എൻ്റെ മക്കളുടെ വാപ്പ ഉണ്ട്. ചില ആളുകളൊക്കെ അങ്ങനെ പറയും, എൻ്റെ പിള്ളേരുടെ വാപ്പ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അംഗീകാരവും പരിഗണനയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ കഴിയണം. നമ്മുടെ ഒരു വാക്ക് പോലും ചിലപ്പോ നമ്മുടെ ജീവിത പങ്കാളിയുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം അത് വളരെ വലുതായിരിക്കും. ചില നിർണായക ഘട്ടങ്ങളിൽ
നടത്തുന്ന ചില ഇടപെടലുകൾ അവർക്കുണ്ടാക്കുന്ന ആശ്വാസമൊന്നും ചെറുതായിരിക്കില്ല. ഇതിപ്പോ ഖദീജ ബീവിയുടെ അനുഭവമല്ലേ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകൻ സ്വപ്നം കാണാണ്. എന്താ പ്രവാചകൻ സ്വപ്നം കാണുന്നത്? മക്കയിൽ നിർഭയരായി നിരായുധരായി പ്രവേശിച്ച് ഉംറ നിർവഹിക്കുന്നതാണ് പ്രവാചകൻ കണ്ട സ്വപ്നം. പ്രവാചകൻ കുറച്ച് ആളുകളെയും കൂട്ടി ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ മക്കയുടെ അതിർത്തിയിൽ വെച്ച് മക്ക മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകരെയും അനുയായികളെയും ചെയ്തു തടഞ്ഞു. അവസാനം ഒരു സന്ധി സംഭാഷണത്തിലൂടെ ഒരു ഉടമ്പടി ഉണ്ടായി. എന്താ ആ ഉടമ്പടിക്ക് എന്ത് പേരാ പറയാ? ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി. അപ്പൊ ഈ ഹുദൈബിയ സന്ധിയിലെ ഓരോ നിബന്ധനകളും പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് നമ്മൾ എന്തിനാ ഇത്രയും അവരുടെ മുമ്പിൽ ഇങ്ങനെ താന്നു കൊടുത്ത്, ഇത്ര നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ വിട്ടുവീഴ്ചയൊക്കെ പറഞ്ഞില്ലേ? വലിയ വലിയ ഡിമാൻഡുകളാണ് ഖുറൈശികൾ വെച്ചത്. അതൊക്കെ പ്രവാചകൻ അംഗീകരിച്ചു. അപ്പൊ ഈ പ്രവാചകൻ ഈ അവരുടെ നിബന്ധനകൾ ഓരോന്നും അംഗീകരിച്ചപ്പോ സ്വഹാബികളായ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. നബി എന്ത് ചെയ്യണമെന്ന് സഹാബികളായിട്ടൊക്കെ കൂടി ആലോചിക്കുന്നത് അവിടുത്തെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത്, എന്ത് വേണം? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് മക്ക ലക്ഷ്യമാക്കി പോകാം പ്രവാചകരെ. നമ്മളെ തടയാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ നമുക്ക് പോകാം, നമുക്ക് മക്കയിലേക്ക്. ഒരു പ്രവാചകൻ പറഞ്ഞു, വരട്ടെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോകാം. അങ്ങനെയാണ് പ്രവാചകൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്, ഒരു സന്ധി സംഭാഷകനായി കൊണ്ട് മക്കാ മുശ്രിക്കുകളുടെ അടുത്തേക്ക് പറഞ്ഞു, ഖുറൈശികളുടെ അടുത്തേക്ക്. അവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. ആരോ പറഞ്ഞുണ്ടാക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തി ഒരു കിംവദന്തി വരുന്നു. അപ്പൊ റിദ്വാൻ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ വെച്ച് വിശ്വാസികളായ ആളുകളൊക്കെ പ്രവാചകന് ബൈഅത്ത് ചെയ്തു, ഉസ്മാന്റെ രക്തത്തിന് പകരം ചോദിക്കണം, അല്ലാതെ നമ്മൾ മക്കയിൽ നിന്ന് ചെയ്യില്ല, മടങ്ങി പോകൂല. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഉസ്മാൻ മരണപ്പെട്ടിട്ടില്ല. പിന്നെ സന്ധി സംഭാഷണം ഉണ്ടായി. ഈ സന്ധി സംഭാഷണത്തിലെ നിബന്ധനകളൊന്നും സഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. സഹാബികളായ ആളുകളൊക്കെ പ്രവാചകനെ ചോദ്യം ചെയ്യുന്നൊരു ഘട്ടമുണ്ടായി. അവർ ചോദിച്ചു, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ? പ്രവാചകൻ പറഞ്ഞു, അതെ. നമ്മുടെ ശത്രുക്കൾ അള്ളാഹുവിന്റെ എതിർഭാഗത്തല്ലേ, ദൈവത്തിന്റെ എതിർഭാഗത്തല്ലേ അവർ നിലയുറപ്പിച്ചിട്ടുള്ളത്? പ്രവാചകൻ പറഞ്ഞു, അതെ. എത്രത്തോളം കടന്ന ചോദ്യം വരണ്ടായി. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ? നബിയുടെ അടുത്ത് നബിയുടെ അനുയായികൾ ചോദിച്ചു പോയി, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ? നമ്മൾ ഇങ്ങനെ പതിതരായി ഇങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അള്ളാഹു നമ്മുടെ ദീനിന് ഒരിക്കലും ഒരു പതിതാവസ്ഥ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങളെല്ലാവരും ബലിയറുത്ത് നിങ്ങളുടെ മുടി മുണ്ടനം ചെയ്ത് ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മം നിർവഹിക്കാതെ അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫിദിയുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ അറുക്കണം, എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിക്കണം. ആരും അനങ്ങി കൊടുത്തില്ല. പ്രവാചകൻ പറഞ്ഞതിന് ഒരാൾ ഒരു മറുപടി പറഞ്ഞില്ല. പ്രവാചകൻ 3 തവണ ഇത് ആവർത്തിച്ചു. പ്രവാചകന്റെ ആഹ്വാനം ആരും ചെവിക്കൊള്ളുന്നില്ല, അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ പ്രവാചകൻ ഉണ്ടായ ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. പ്രവാചകന്റെ ഒരു മാനസികാവസ്ഥയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ സലമ മാ ശഅനൻ നാസ്. ഉമ്മു സലമ, ഈ ആളുകൾക്ക് ഇതെന്തു പറ്റി? ആളുകൾക്ക് ഇതെന്തു പറ്റി? എന്റെ ആഹ്വാനം അവർ ചെവിക്കൊള്ളുന്നില്ല, ഞാൻ പറഞ്ഞത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, ഈ ആളുകൾ നശിച്ചത് തന്നെ. പ്രവാചകനാകെ അസ്വസ്ഥനായി. പ്രവാചകനാകെ അസ്വസ്ഥനായപ്പോ
അവിടുത്തെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടെ ഇടപെട്ടു. ഒരു കുടുംബത്തിൽ നമുക്ക് നിർവഹിക്കേണ്ട റോളാണ് ഞാൻ ഈ പറയുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടെ തന്ത്രപരമായ ഒരു ഇടപെടൽ നടത്തി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? അങ്ങയുടെ ബലിമൃഗത്തെ അറുത്ത് അങ്ങയുടെ മുടി ഒന്ന് മുണ്ടനം ചെയ്യൂ. നിങ്ങൾ അത്രയും ചെയ്താൽ മതി. ഇവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? അങ്ങയുടെ ആഹ്വാനം ഇവർ അംഗീകരിക്കുന്നില്ലേ? താങ്കൾ ഒരു കാര്യം ചെയ്ത് വിഷമിക്കണ്ട, അസ്വസ്ഥനാകണ്ട. താങ്കളുടെ ബലിമൃഗത്തെ താങ്കൾ അറുക്കുക, താങ്കളുടെ മുടി താങ്കൾ മുണ്ടനം ചെയ്യുക. അവിടെ ഒരു തന്റെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഇടപെടലാണ് പ്രവാചകൻ ആശ്വാസത്തിന്റെ ഒരു തുരുത്തിലേക്ക് പ്രവാചകനെ എത്തിക്കുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു നിർണായക ഘട്ടത്തിൽ തന്റെ ജീവിത പങ്കാളിയുടെ ബോധപൂർവമായ ഒരു ഇടപെടലാണ് അവിടെ വിജയം കാണുന്നത്. പ്രവാചകൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ പ്രവാചകൻ ചെയ്തു. പ്രവാചകൻ ബലിമൃഗത്തെ അറുത്തപ്പോ സ്വഹാബികൾ എല്ലാവരും എന്ത് ചെയ്തു? ബലിമൃഗത്തെ അറുത്തു. പ്രവാചകൻ തല മുണ്ടനം ചെയ്തപ്പോ സഹാബികൾക്ക് നോക്കി നിൽക്കാനായില്ല. അവരും അവരുടെ തല എന്ത് ചെയ്തു? മുണ്ടനം ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ച്, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ ആരുടെ ഇടപെടലാണ് അവിടെ ഫലം കണ്ടത്? പ്രവാചകന്റെ പത്നിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഇടപെടലാണ് അവിടെ ഫലം കാണുന്നത്. ഒരു കുടുംബത്തിൽ ഇത്തരത്തിലുള്ള നിർണായകമായ ഘട്ടങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ വളരെ സമചിത്തതയോടുകൂടി ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ആശ്വസിപ്പിക്കലുകളും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം. അതിന് നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തെ കെട്ടുറപ്പുള്ള ഒരു കുടുംബമാക്കി മാറ്റുന്നതിൽ, അവിടെ ആശ്വാസവും അതുപോലെ തന്നെ സമാധാനവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇടമാക്കി നമ്മുടെ വീടകങ്ങളെ മാറ്റുന്നതിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക്, സംസാരങ്ങൾക്ക്, ആശ്വസിപ്പിക്കലുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് ഈ കവികളുണ്ടല്ലോ, ഈ കവികളൊക്കെ അധികവും പാടിയിട്ടുള്ളത് ആരെ കുറിച്ചിട്ടാണ്? സ്ത്രീകളെ കുറിച്ചിട്ടാണ്. സിനിമാ പാട്ടുകളൊക്കെ, നിങ്ങൾ പഴയ സിനിമാ പാട്ടുകളൊക്കെ കെട്ടി നോക്കി, അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്, ഇമ്പമുള്ള കുടുംബം എന്നുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറെ കവിതകളൊക്കെ പരിശോധിച്ചു നോക്കിയപ്പോ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത് അമുസ്ലിമായ ഒരാൾ ഒരു ഭാര്യയെ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയ വരികളാണ് എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത്. മുസ്ലിം ഒന്നുമല്ല, അമുസ്ലിമായ ഒരാളാണ്. അയാൾ ഒരു സിനിമാ ഗാന രചയിതാവാണ്. അയാൾ സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ഗാനമായിരിക്കും. അവിടെയൊക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അങ്ങനെയും ഒരു പാട്ടുണ്ട് എന്നാണ് ഇത്ത പറഞ്ഞത് അല്ലേ? ഏതാ? മായയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തപ്പോൾ ആകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെണീക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. അത് സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പാട്ടല്ല അത് സത്യത്തിൽ, അല്ലേ? അതങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പാട്ടല്ല. കാരണം ഒരു സ്ത്രീയെ അപമതിക്കുന്ന വരികളാണ് സത്യത്തിൽ ആ പാട്ടിലുള്ളത്. കാലത്തടിക്കൂല, മുറ്റടിക്കൂല, പല്ല് തേക്കൂല, അല്ലേ? എന്തൊക്കെ പറയുന്നത്? മുറ്റമടിക്കാനായി ചൂലെടുത്താൽ നടന്നുകൊണ്ടുറങ്ങും ശൈത്താൻ. അത് നമുക്കൊരു എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വരികളല്ല. അങ്ങനെ പാട്ടുകളുണ്ട്. പാട്ടുകൾ ഇപ്പൊ ആർക്കും എഴുതാം, അല്ലേ? നല്ല ആശയമുള്ള വരികൾ എഴുതാം. വളരെ വികൃതമായ അല്ലെങ്കിൽ ആഭാസം നിറഞ്ഞ വരികൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോ ഈ രമേശൻ നായർ എഴുതിയ ഒരു സിനിമാ ഗാനത്തിൽ ഒരു സ്ത്രീക്ക് ഒരു വീട്ടിൽ നിർവഹിക്കാനുള്ള മഹത്തായ ദൗത്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ.
ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര മനോഹരമായ ഒരു ആവിഷ്കാരമാണത് അല്ലെ? ഒരു സ്ത്രീ തന്റെ വീട്ടിൽ നിർവഹിക്കുന്ന ആ ഒരു റോളിനെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരികളിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. 14-ാം രാവ് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ, നമ്മൾ പൂർണ്ണ ചന്ദ്രൻ നമ്മൾ കാണാറുണ്ട് അല്ലെ? എന്ത് ഭംഗിയാണ് ആ ഒരു കാഴ്ച കാണാൻ. 14-ാം രാവിന്റെ വെറുതെ മാനത്തേക്ക് നോക്കിയിരുന്നാൽ മതി. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. എന്നും കാണാണ്ട് നമുക്കതിനൊരു വിലയില്ലെന്നേ. ഇതുപോലെ ഒരു വീടിന്റെ മുമ്പിൽ പൂമുഖത്ത് ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ നിലാവുദിച്ചു നിൽക്കുന്നത് പോലെ സ്നേഹത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു സ്ത്രീ എന്ന് അദ്ദേഹം തന്റെ കവിതയിൽ പറയുന്നുണ്ട്. എത്ര വലിയ ദുഃഖങ്ങൾ ആ വീട്ടിലുണ്ട് എങ്കിലും ഒരു തലോടലിലൂടെ അതിനെ നല്ല മൃദുലമായ പൂവിന്റെ ഇതളുകളെ പോലെ ആ ദുഃഖങ്ങളൊക്കെ അലിഞ്ഞലിഞ്ഞില്ലാതാക്കി തീർക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അദ്ദേഹം തന്റെ കവിതയിൽ പറയുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്ഷമയൊക്കെ അദ്ദേഹം അവിടെ വളരെ കൃത്യമായി, ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യം. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നിങ്ങളുടെ അത്ര ക്ഷമയുള്ള വേറെ എനിക്ക് എന്തെങ്കിലും ചായയൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ. വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും ഇത് ഇഷ്ടമല്ല എന്നാണ് ഇവിടുന്ന് കിട്ടിയൊരു കമന്റ്. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യ ദേവിയാണ് എപ്പോഴും ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. നമ്മളൊന്ന് ആലോചിക്കുകയും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ആഹാരം വെച്ച് വിളമ്പി നൽകുക എന്ന് പറയുന്നത് എത്ര മഹത്തരമായ ഒരു കാര്യമാണ്. അതിനെ ആ സെൻസിൽ എടുക്കാൻ കഴിയണം. അത് നേരത്തെ ഈത്ത പറഞ്ഞതുപോലെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അതിനൊക്കെ തയ്യാറാണോ? വെച്ച് വിളമ്പാൻ പോയിട്ട് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: കള്ളക്കഥയിന് വേണ്ടേ വേണ്ട, കല്യാണങ്ങൾ വേണ്ട, തൊട്ടിലു വേണ്ട, താരാട്ടെന്തിന്, കുട്ടികളും ഇനി വേണ്ട. പുതിയ തലമുറ അങ്ങനെ ചിന്തിക്കുന്നത്. കള്ളക്കഥയിന് വേണ്ടേ വേണ്ട, കല്യാണങ്ങൾ വേണ്ട, തൊട്ടില് വേണ്ട, താരാട്ടെന്തിന്, കുട്ടികളും ഇനി വേണ്ട. പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, ഒത്തുകഴിഞ്ഞു മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ഒരു വലിയ ഒരു പുണ്യമാണ്, വലിയ മഹത്തരമായ ഒരു കാര്യമാണ്. തന്റെ കുടുംബത്തിലുള്ള തന്റെ ജീവിത പങ്കാളിക്കും താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്കുമൊക്കെ വെച്ചു വിളമ്പി അവരെ ഊട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം മഹത്തരമായ ഒരു കാര്യമായിട്ടാ പറയുന്നത്. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. അദ്ദേഹത്തിന്റെ ആ വരികളിൽ അദ്ദേഹം പറയുന്നുണ്ട്: കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. ഒരു കുടുംബം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ആ കുടുംബത്തിലുള്ള റോള് എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ റോളാണ്. പക്ഷേ ഒരു ദാസിയുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവരവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് നിർവഹിക്കാനുള്ള വലിയ ഒരു പങ്കിനെ പറ്റി ഈ വരികളിലൂടെ അദ്ദേഹം നമുക്ക് വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റം, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഈ സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിലനിർത്തുന്ന രൂപത്തിലുള്ളതാകണമെന്ന് അള്ളാഹും അവന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തിൽ നിർവഹിക്കാനുള്ള റോളിനെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വീട്ടിൽ നിർവഹിക്കാനുള്ള റോൾ എന്താണ് എന്ന് പറയുന്നിടത്ത് ഇവിടെ നീ ഉമ്മ ആദ്യം പറഞ്ഞു എന്താണ്? ഉമ്മ, ഒരു സ്ത്രീ ആ വീട്ടിലെ ഭരണാധികാരിയാണ്, റാഇയത്താണെന്നാ പറഞ്ഞത്. വൽ മർഅതു റാഇയത്തുൻ ലിബൈതി ബഅലിഹാ. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ആര്? ഭാര്യ. വഹിയ മസ്ഊലത്തുൻ അൻ റഅയതിഹാ. തന്റെ കീഴിലുള്ള പ്രജകളെ സംബന്ധിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അപ്പൊ അത്രക്കും മഹത്തായ ഒരു കുടുംബത്തെ
ചിട്ടയുള്ളതാക്കി ആക്കി മാറ്റുന്നതിൽ ഒരു സ്ത്രീക്ക് നിർവഹിക്കാനുള്ള പങ്കിനെ സംബന്ധിച്ചിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി മക്കളെ വളർത്തുമ്പോ മക്കളെ പരിപാലിക്കുന്നതിൽ ഒരു സ്ത്രീക്ക് നിർവഹിക്കാനുള്ള പങ്കിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് അനവധി അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണെന്ത്? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബുൻ തയ്യിബുൽ അറാഖി അൽ ഉമ്മു റൗലുൻ ഇൻ തഅഹദഹുൽ ഹയാ ബിർരി ഔറഖ അയ്യിമാ ഇറാഖി അൽ ഉമ്മു ഉസ്താദുൽ ലസാതിദത്തിൽ ഉലാ ശഗലതു മആസിറുഹും മദൽ ആഫാഖി. ഇത് പ്രശസ്തനായ ഒരു അറബി കവിയുടെ വരികളാണ്. ഹാഫിൽ ബേഗ് ഇബ്രാഹിമിന്റെ വരികളാണിത്. ഒരു ഉമ്മ ആരാണ്, ഒരു ഉമ്മ നിർവഹിക്കുന്ന വലിയ ദൗത്യം എന്താണ് എന്നാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അൽ ഉമ്മു മദ്റസത്തുൻ, ഉമ്മ ഒരു വിദ്യാലയമാണ് എന്നാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ആദ്യത്തെ പാഠശാല എവിടെയായിരുന്നു? നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടായിരുന്നു. അൽ ഉമ്മു മദ്റസ, ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാലയമാണ് യഥാർത്ഥത്തിൽ ഒരു ഉമ്മ എന്ന് പറയുന്നത്. ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ അറാഖി, അവൾ ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയാണ് എങ്കിൽ നല്ല ഒരു തലമുറയായിരിക്കും അവരിവിടെ രൂപപ്പെടുത്തുക. അൽ ഉമ്മു റൗദുൻ, ഉമ്മ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ്. ഇൻ തഅഹദഹുൽ ഹയാ ബിർരി, ജീവിതത്തിൽ നല്ല വെള്ളമൊക്കെ നനച്ച് അവളെ നിങ്ങൾ പരിപാലിക്കുകയാണ് എങ്കിൽ ഔറഖ അയ്യുമാ ഇറാഖി, സമൃദ്ധമായ വിളവ് അവരതിൽ നൽകും. അപ്പൊ ഉമ്മ എന്ന് പറയുന്ന പൂന്തോട്ടമാണ്. അത് നന്നായി പൂത്തുലയുവാനും അത് കായ്ക്കുവാനും ഒക്കെ നിങ്ങൾ ആവശ്യമായ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഒരുക്കി കൊടുക്കുകയാണ് എങ്കിൽ ആ തോട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് സമൃദ്ധമായ വിളവായിരിക്കും ലഭ്യമാവുക. എന്നിട്ട് ഹാഫിൽ ബേഗ് ഇബ്രാഹിം പറയുന്നുണ്ട്, അൽ ഉമ്മു ഉസ്താദുൽ അസാതിദത്തുൽ ഉലാ, ഉമ്മയാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഗുരുനാഥ. ഉമ്മയാണ് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഗുരുനാഥ. ശഗലത് മആസിറഹും മദൽ ആഫാഖി, അവരുടെ സ്വാധീനം ഈ ചക്രവാളത്തിൽ ഉടനീളം പ്രതിഫലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വ്യാപൃതമായിരിക്കുന്നു എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീക്ക് നിർവഹിക്കാനുള്ള പങ്കിനെ സംബന്ധിച്ച് കവി പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം കേൾക്കാനിടയായി. ഞങ്ങളുടെ നാട്ടില് എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരത്തിന് ശേഷം ഇസ്തിഖാമ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതില് ഒരാള് ഖുർആനായത്ത് അവതരിപ്പിക്കും, ഒരാളൊരു പ്രാർത്ഥന പഠിപ്പിക്കും, ഒരാളൊരു ചരിത്രം അവതരിപ്പിക്കും, ഒരാള് സമകാലിക സംഭവങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ഒരു കവിത ആലപിക്കും. കവിത നാട് ശ്രീമൂലനഗരം, ആലുവ. അപ്പൊ അവിടെ ഒരിക്കലും ഒരു ചരിത്രാവതരണത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് കേട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു പോയി. 2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചുപോയി. പിന്നെ 2.5 വയസ്സ് മുതൽ പൂർണ്ണമായും അദ്ദേഹം ഉമ്മയുടെ സംരക്ഷണത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഉമ്മ ആ മകനെ ആ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ആ ഉമ്മയുടെ പങ്കൊന്ന് ആലോചിക്കുക. 7 വയസ്സ് പ്രായമായപ്പോഴേക്കും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ മുഴുവൻ മനപ്പാടാക്കിയതാണ്. 7 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി ആ ഉമ്മ തന്റെ വീട്ടിലുള്ള വീട്ടുപകരണങ്ങളൊക്കെ വിറ്റ് അതിലൂടെ സമ്പാദിച്ച പണം കൊടുത്തിട്ടാണ് ആ മകനെ പഠിക്കാൻ വേണ്ടി ആ ഉമ്മ പറഞ്ഞയക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന് ആ ഉമ്മ നൽകുന്ന ശിക്ഷണത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്. ഒരു ദിവസം പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന അദ്ദേഹം വീടിന്റെ വാതിലിൽ വന്ന് ശക്തിയായി മുട്ടുന്നുണ്ട്. ഉമ്മയെ വിളിക്കാൻ, വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എത്ര മുട്ടിയിട്ടും എത്ര തുറന്നിട്ടും ആ ഉമ്മ ആ മകന്റെ മുമ്പിൽ വാതിൽ തുറന്നു കൊടുത്തില്ല.
എന്തായിരിക്കും കാരണം? ഏ ഏ ഇല്ല, മരിച്ചിട്ടൊന്നുമില്ല. ഏ മര്യാദയില്ലാതെ ഉറക്കമുട്ടിയത് കൊണ്ടായിരിക്കും. പക്ഷെ ആ ഉമ്മ തുറന്നു കൊടുക്കാതിരുന്ന എന്താണെന്ന് അറിയാമോ? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട മര്യാദ അതല്ല. എന്താ വേണ്ടത്? സലാം പറയുകയാണ് വേണ്ടത്. കുറെ നേരം ആ ഉമ്മ മകനെ പുറത്തു നിർത്തി. മകൻ ഇപ്പോൾ അത് പറയും, ഇപ്പോഴത് പറയും, ഇപ്പോഴത് പറയും എന്ന് വിചാരിച്ചിട്ട് ഉമ്മ അത്രയും സമയം ആ മകനെ പുറത്തു നിർത്തി. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി വാതിലിൽ തട്ടി മര്യാദയില്ലാതെയല്ല കടന്നു വരേണ്ടത്, സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം വീട്ടിലേക്ക് കടന്നു വരേണ്ടത് എന്ന മര്യാദ ആ ഉമ്മ തന്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം കേട്ടപ്പോ നമ്മൾ ആലോചിക്കും, നമ്മുടെ മക്കളെയൊക്കെ നല്ല അച്ചടക്കമുള്ള, മര്യാദയുള്ള, സംസ്കാരമുള്ള ഒരു തലമുറയാക്കി അവരെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ നമുക്കുള്ള പങ്ക് എത്രത്തോളമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു റോൾ മോഡൽ ആകണം എന്ന് പറയുന്ന ആ ഉത്തരത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ആ ഉമ്മ ആ കുടുംബത്തിലെ റോൾ മോഡലായിരിക്കണം എന്നാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു കവിതയുണ്ട്. 9ാം ക്ലാസ്സിൽ അറബി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചൊരു കവിതയുടെ ആശയം എങ്ങനെയാണ്? ഒരു കുട്ടിയുടെ സ്വഭാവം താരതമ്യം ചെയ്യുന്നത് ആ കുഞ്ഞിന്റെ ഉമ്മയുടെ സ്വഭാവത്തോടാണ്. ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തെ താരതമ്യം ചെയ്യുന്നത് ആ കുഞ്ഞിന്റെ ഉമ്മയുടെ സ്വഭാവവുമായിട്ടാണ് ആ കുഞ്ഞിന്റെ സ്വഭാവത്തെ താരതമ്യം ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞിന്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ, ഒരു കുട്ടിയുടെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് ആ ഉമ്മക്ക് നിർവഹിക്കാനുള്ള വലിയ ഒരു സ്വാധീനത്തെ സംബന്ധിച്ചാണ്, വലിയൊരു പങ്കിനെ സംബന്ധിച്ചിട്ടാണ് ആ കവിതയിലൂടെ കവി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു കുടുംബത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള വലിയ ശക്തമായ ഒരു റോളുണ്ട്, വലിയ ഒരു പങ്കുണ്ട്, നമുക്ക് നിർവഹിക്കാനുള്ള ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ നിർവഹിക്കാനും അതൊക്കെ നല്ല രൂപത്തിൽ നിറവേറ്റാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധ്യമായി മാറേണ്ടതുണ്ട്. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. ഞാൻ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ എടുക്കുന്ന പല ക്ലാസ്സുകളിലും ഞാൻ വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ എനിക്ക് 1-2 ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അവരൊക്കെ മതരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുമാണ്. ആളെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചിടത്തോളം, അവരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവരുടെ വീടുകളിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ ചെലവഴിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ. വരവനുസരിച്ചൊന്നുമില്ല, വരവിൽ കവിഞ്ഞ ചെലവ്, അവരുടെ വീട്ടുകാരിയുടെ നിർബന്ധപ്രകാരം വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യുന്ന ആളുകളായിരുന്നു അവർ, പല ആളുകളും. ഞാൻ എൻ്റെ അനുഭവത്തിൽ 1-2 ആളുകളുടെ അനുഭവമാണ് ഈ പറഞ്ഞത്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഭദ്രതയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ സ്വസ്ഥതയും ഒക്കെ നിലനിർത്തുന്നതിൽ സാമ്പത്തികമായ ആ ഒരു ഭദ്രതക്ക് വലിയ ഒരു പങ്കുണ്ട്. ഈ ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ആ കുടുംബത്തിലെ സ്ത്രീകളാണ് നിയന്ത്രിക്കേണ്ടത്. സാമ്പത്തിക അച്ചടക്കം അത് വലിയൊരു മേഖലയാണ്. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ചെലവ് ഏത് രൂപത്തിലാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ആര് വിചാരിച്ചാലേ പറ്റുള്ളൂ? നിങ്ങൾ സ്ത്രീകൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ആ കുടുംബത്തിന്റെ വരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കി ആ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് ചെലവുകളെ നിയന്ത്രിക്കാൻ ആര് വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണോട്ടോ. ആരുടെയൊക്കെ കൈകളിൽ ഭർത്താക്കന്മാർ മാസം ആദ്യം കൊണ്ടുവന്ന് പൈസ തിന്നിട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ?
എന്ന് പറഞ്ഞ് ആരുടെയൊക്കെ കയ്യിൽ കാശ് തരുന്നത്? ഞങ്ങള് ഒരാൾ ബാക്ക് ചെയ്ത് കൈവക്കിയിട്ടുണ്ട്, ഉള്ള പൈസ കൊണ്ടുതരും. നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ നമ്മളൊന്ന് പോയി നോക്കിയേ, ചരിത്രത്തിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു പോയി നോക്കിയേ. ഖലീഫമാര്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമൊക്കെ ഖലീഫ എന്ന് പറയുന്ന ആ സ്ഥാനം വഹിക്കുന്നതിന് അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു വേതനം ഉണ്ടായിരുന്നു. ആ വേതനം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് നേരെ കൊണ്ടുപോയി ആരുടെ കയ്യിൽ കൊടുക്കും? പത്നിയായ ഫാത്തിമയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. ഫാത്തിമയാണ് ആ കുടുംബത്തിന്റെ ചെലവുകൾ നിയന്ത്രിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ, സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണക്കാക്കി അത് വാങ്ങുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും ആരാണ്? ഭാര്യയായ ഫാത്തിമയാണ്. അതുകൊണ്ടാണ് ഫാത്തിമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് മുന്തിരി തിന്നാ കൊള്ളാന്നുണ്ട്, 4 എടുക്കാൻ ഉണ്ടാവുമെന്ന് ഫാത്തിമയുടെ അടുത്ത് വന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ചരിത്രമാണത്. സൂക്ഷ്മതയുണ്ടാകും. ഒരു പുരുഷൻ ചെലവഴിക്കുന്ന പോലെയല്ല. സ്ത്രീകൾ ആ പണം കൈകാര്യം ചെയ്യുമ്പോ പിന്നെ എന്താ പറയാ, ഇടക്കൊക്കെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ നിയന്ത്രണമുള്ള ചെലവാക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും. പക്ഷെ നല്ലൊരു ശതമാനം സ്ത്രീകളും ആ പൈസ, ഒരു മാസത്തെ ചെലവിനാവശ്യമായ പൈസ അവരുടെ കയ്യിൽ നമ്മളൊന്ന് കൊടുത്തു നോക്കുകയും ആ കൊടുത്ത പൈസക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ ചെലവുകളെ നിയന്ത്രിക്കാൻ അവർ പരമാവധി ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തുന്നതിൽ സ്ത്രീകളായ നിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് തരാണെങ്കിൽ, ആണുങ്ങളുടെ കയ്യിലിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ കൂടുള്ളൂ. അത് മേടിക്കും, ഇത് മേടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഈ മാസം ഇനി വേറെ പൈസ തരില്ല കേട്ടോ, ഇതിൽ ഉള്ളിൽ നിന്ന് ചെലവ് ചെയ്തോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിങ്ങൾ എന്ത് ചെയ്യും, ചുരുക്കി ആ തന്ന പണത്തിനുള്ളിൽ നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോ കുടുംബത്തിന്റെ ചെലവ് അത് ചുരുക്കുന്നതിൽ, അങ്ങനെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ സ്ത്രീകളായ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ റോള് നിർവഹിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ നിങ്ങൾ നിർവഹിക്കണം. അപ്പൊ ഒരു കുടുംബം എന്നുള്ള നിലക്ക് കുടുംബത്തിന്റെ ഇമ്പത്തെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കുടുംബത്തെ ഭദ്രമാക്കി തീർക്കുന്നതിൽ, ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിൽ, ആ കുടുംബത്തിലെ സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുന്നതിലൊക്കെ ഒരു സ്ത്രീക്ക് നിർവഹിക്കാനുള്ള പങ്കെന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. അതുപോലെ തന്നെ ചില നിർണായക ഘട്ടങ്ങളിൽ, ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളുടെ ബോധപൂർവമായ ചില ഇടപെടലുകൾ കൊണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ, അതിന്റെ സങ്കീർണതകളെയൊക്കെ ചുരുക്കി അതിനെ പരിഹരിക്കാൻ നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ആശ്വസിപ്പിക്കലിലൂടെ, നമ്മുടെ സാമീപ്യത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നമ്മുടെ കുടുംബത്തെ ഇമ്പമുള്ളതാക്കി മാറ്റാൻ, ഭദ്രമാക്കി മാറ്റാൻ, അത് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാക്കി മാറ്റാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു ശിഫ പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, മുഴുവൻ സത്യവിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുകയും നമ്മെയും അവരെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.
ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله تعالى وسلم على نبينا محمد وآله وصحبه أجمعين.